രാഷ്ട്രീയത്തിൽ അസാധാരണമായ പ്രതിസന്ധികൾക്കും ചർച്ചകൾക്കും വഴി തുറന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രണ്ടാം LDF സർക്കാരിന്റെ പ്രവർത്തന ശൈലിക്കെതിരെയും ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPI സംസ്ഥാന കൗൺസിലിൽ ആഞ്ഞടിച്ചിരിക്കുന്നു. ചരിത്രത്തിലില്ലാത്ത വിധം രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെയും പാർട്ടിക്ക് ഭരണത്തിന്മേലുള്ള നിയന്ത്രണ നഷ്ടത്തെയും CPI നേതാക്കൾ വിമർശിച്ചത്. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലും നേരത്തെ ഉയർന്നുവന്ന അതൃപ്തിയുടെ തുടർച്ചയായിരുന്നു സംസ്ഥാന കൗൺസിലിലെ ചർച്ചകളെങ്കിലും ഇത്തവണത്തെ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ പ്രവണതകളെ നേരിട്ട് വിചാരണ ചെയ്യുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. മുന്നണി മര്യാദകൾ ലംഘിക്കപ്പെടുന്നുവെന്നും തിരുത്തൽ ശക്തിയാകേണ്ട CPI പലപ്പോഴും കാഴ്ചക്കാരായി മാറുന്നുവെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളിൽ CPM-ന് പോലും യാതൊരുവിധ നിയന്ത്രണവുമില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് കൗൺസിലിൽ ഉയർന്ന പ്രധാന വിമർശനം. ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി മുഖ്യമന്ത്രിയുടെ അമിതമായ അടുപ്പമാണ്. വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും വർഗീയമായ ചുവയുള്ള പ്രസ്താവനകൾ നടത്തുമ്പോഴും മുഖ്യമന്ത്രി അദ്ദേഹത്തെ പരസ്യമായി ന്യായീകരിക്കുന്നത് ഇടതുപക്ഷ നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കൗൺസിൽ വിലയിരുത്തി. മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തിയെന്നും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുവെന്നും ചില അംഗങ്ങൾ തുറന്നടിച്ചു. മുഖ്യമന്ത്രിക്ക് മേൽ CPM നേതൃത്വത്തിന് അല്പമെങ്കിലും നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി വിഷയത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ ന്യായീകരണങ്ങൾ അദ്ദേഹം തിരുത്തുമായിരുന്നുവെന്നും CPI കൗൺസിൽ നിരീക്ഷിച്ചു. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും ഇതിനോട് ചേർത്താണ് കൗൺസിൽ ചർച്ച ചെയ്തത്. തിരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തേക്കാൾ ഭയാനകമായ സംഗതി ഇടതുപക്ഷത്തിന്റെ നയപരമായ വ്യതിയാനമാണെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. സർക്കാരും മുന്നണിയും മുന്നോട്ടു പോകുന്നത് ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്നകന്നാണ്. മതനേതാക്കളുടെ പരിധിയിൽ കഴിഞ്ഞ അടുപ്പം കാണിക്കുന്നതും അവർക്ക് അനാവശ്യമായ പരിഗണന നൽകുന്നതും ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാളെ അതിരുവിട്ട് പിന്തുണയ്ക്കുന്നത് വഴി ഇടതുമുന്നണിയുടെ അടിത്തറയിൽ തന്നെ വിള്ളലുകൾ വീഴുന്നുണ്ടെന്നും അതിൽ തിരുത്തൽ അനിവാര്യമാണെന്നും പാർട്ടി അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യപരമായ സമീപനം സർക്കാരിലും മുന്നണി സംവിധാനത്തിലും ജനാധിപത്യപരമായ ചർച്ചകൾക്ക് വഴിയില്ലാതായിരിക്കുകയാണെന്നും വിമർശനമുയർന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കടുത്ത ആഘാതമേൽപ്പിച്ച മറ്റൊരു വിഷയമായി കൗൺസിൽ ചർച്ച ചെയ്തു. ഈ സംഭവത്തിൽ ജനങ്ങൾക്കിടയിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാർ കേസിൽ അറസ്റ്റിലായിട്ടും പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകാത്തത് പൊതുസമൂഹത്തിൽ വലിയ തോതിലുള്ള അവിശ്വാസം വളർത്തിയിട്ടുണ്ട്. പത്മകുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് കേസിൽ ഉന്നത തലത്തിലുള്ള ഗൂഢാലോചനകൾ ഉണ്ടെന്ന ആരോപണത്തിന് ബലം നൽകുന്നതാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങളുടെ വൈകാരികമായ വശങ്ങളെ പരിഗണിക്കുന്നതിലോ ഉന്നയിക്കപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ സുതാര്യമായ അന്വേഷണം നടത്തുന്നതിലോ സർക്കാരിന് വീഴ്ചയുണ്ടെന്നും ഇതിന്റെ പ്രതിഫലനമായിട്ടാണ് വോട്ട് ചോർച്ചയായി കണ്ടതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്ന വിധത്തിൽ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് വലിയൊരു രാഷ്ട്രീയ വിനയായാണ് CPI കാണുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തെ നഖശിഖാന്തം എതിർക്കുന്ന ഇടതുപക്ഷം ഇത്തരമൊരു കരാറിൽ ഏർപ്പെട്ടത് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്നും സംസ്ഥാന കൗൺസിലിൽ വിമർശനം ഉയർന്നിരുന്നു. കേന്ദ്ര ഫണ്ടിന് വേണ്ടി ഇടതുപക്ഷത്തിന്റെ അന്തസത്ത ബലി കഴിക്കുന്നത് അംഗീകരിക്കാനാവില്ല. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് പോലും ഇക്കാര്യത്തിൽ CPM കേന്ദ്ര നേതൃത്വത്തിന്റെയോ ഇടതുമുന്നണിയുടെയോ നിലപാടുകളെ വേണ്ടവിധം ഗൗരവമായി കണ്ടില്ല. ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും തിരഞ്ഞെടുപ്പിൽ ഫലം എതിരായത് കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിന്റെ തെളിവാണ്. കേവലം പദ്ധതികൾ പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ലെന്നും അത് ജനങ്ങളിലേക്ക് ശരിയായ രീതിയിൽ എത്തിക്കണമെന്നും ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടുവെന്നും കൗൺസിൽ വിലയിരുത്തി. സർക്കാരും LDF നിലവിലുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത് ആത്മഹത്യപരമാണെന്ന ശക്തമായ മുന്നറിയിപ്പാണ് CPI നൽകുന്നത്. CPM-ന്റെ വരിയേട്ടൻ മനോഭാവവും മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളും തുടർന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും വിലയിരുത്തുന്നു. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരുത്താൻ സർക്കാർ തയ്യാറാകണം. ശബരിമല കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാലതാമസം ദുരൂഹമാണ്. ഭരണ സംവിധാനം പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു എന്ന തോന്നൽ തിരുത്തിയെങ്കിൽ മാത്രമേ തുടർ ഭരണത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലുമാകൂ എന്ന് കൗൺസിൽ ഓർമ്മിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ CPM തയ്യാറാകണമെന്നും മുന്നണിയിലെ മറ്റു കക്ഷികളുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകണമെന്നും CPI ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇടതുമുന്നണി യോഗങ്ങളിൽ ഈ വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കാനാണ് CPIയുടെ പ്രധാന നീക്കം.